എല്ലാ വീടും ഒരുപോലെ ഉണ്ടല്ലോ, എങ്ങനെ ഒന്ന് തിരിച്ചറിയാ? നിർത്തേ ചോദിച്ചിട്ട് പോവാ. സ്വാമി ഒന്നിങ്ങോട്ട് നോക്കിയേ. എന്താ? ഈ കൃഷ്ണമൂർത്തിയുടെ വീടറിയോ? കൃഷ്ണമൂർത്തി, ജി കൃഷ്ണമൂർത്തി. കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയ കൃഷ്ണമൂർത്തി അല്ലേ? 4 ലക്ഷം ശമ്പളം, കമ്പനിക്കാർ, ഡ്രൈവർ, ക്വാർട്ടേഴ്സ്, ഇതൊക്കെയുള്ള കൃഷ്ണമൂർത്തി അല്ലേ? ഇറങ്ങി വന്നോളൂ. അവൻ എന്റെ മരുമകൻ. ആണോ? എവിടുന്നാ? ഞാനും കൽക്കട്ട കമ്പനിന്നാ. എന്റെ പേര് ജോസഫ്. കൃഷ്ണമൂർത്തി സ്വാമിയെ നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ. അതിനെന്താ വിഷമം? ഡേ കൊഞ്ചം എങ്ക വാടാ. എന്നപ്പാ? കൃഷ്ണമൂർത്തി സ്വാമി, അയ്യോ എന്റെ സ്വാമി, എന്നെ രക്ഷിക്കണേ. അയ്യോ എന്നെ രക്ഷിക്കണം. അയ്യോ സ്വാമി, സ്വാമി എന്റെ സ്വാമി, എന്നെ രക്ഷിക്കണം. കാര്യം പറയാനാണ്. അതിന് ഇവൻ കൃഷ്ണമൂർത്തി അല്ല. അയ്യേ, പിന്നെ ഇതെന്തത്? ഇതെന്റെ മകൻ പട്ടാഭിരാമൻ. കൃഷ്ണമൂർത്തി, എന്റെ കൃഷ്ണമൂർത്തി സ്വാമി, എന്നെ രക്ഷിക്കണേ. എന്റെ പൊന്നു സ്വാമി, എന്നെ രക്ഷിക്കണേ. അയ്യോ ഞാൻ വിടില്ല. ഒവ്വൊരുത്തൻ കാലിലെ വീഴ്ന്നിട്ടേ പറഞ്ഞ കേട്ടാ കൂടെ വേല പാക്കവനാക്കുന്നു. കൊച്ചിയിൽ കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സ്വാമിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാ ഞാൻ. പേര് KK ജോസഫ്. ഓ അത് ശരി. ഇതാ സ്വാമിയുടെ കൂടെ കൊച്ചിയിലേക്ക് വരാൻ പോണ അമ്മ. അതെ. എന്റെ അമ്മേ. ഇയാൾക്ക് എന്താ വേണ്ടേ? സ്വാമിയുടെ വന്നേ. എന്നടാ മൂർത്തി, എന്നാ ഇതല്ല? ഒന്നുമില്ല. പട്ടാവി, നീ അമ്മയെ കൂട്ടിട്ട് പോ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? മൂർത്തി, ഒന്നുമില്ല മാമി, ഒന്നും നടക്കാതെ വാങ്ങോ. സ്വാമിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയല്ലേ ഇത്? അപ്പൊ ദയവ് ഇത് സ്വാമി ജോലിക്ക് വരരുത്. ഈ ജോലിക്ക് സ്വാമി വരരുതെന്ന്. ഈ ജോലി സ്വാമിക്ക് പറ്റില്ല. പറ്റില്ലേ? എന്താ പറ്റില്ല? ഈ വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുന്ന ഒരു സ്വാമിക്ക് പറ്റിയ പണിയല്ല ഇത്. ആ സ്ഥലം ഏതാണെന്നറിയോ? വിയറ്റ്നാം കോളനിയാണ്. വിയറ്റ്നാം കോളനി. എന്താ? വിയറ്റ്നാം കോളനിന്ന്. വിയറ്റ്നാം കോളനിയാ? ഈശോയെ, വിയറ്റ്നാം കോളനിന്ന് കേട്ടിട്ടില്ലേ? പറവൂർ റാവുത്തന്ന് കേട്ടിട്ടുണ്ടാ? ഇരുമ്പു ചോണെന്ന് കേട്ടിട്ടുണ്ടാ? കണ്ണസ്രാങ്കെന്ന് കേട്ടിട്ടുണ്ടാ? വട്ടപ്പള്ളിന്ന് മല്ലയ്യാന്ന് കുഞ്ഞാപ്പിന്ന് കേട്ടിട്ടുണ്ടാ? 8ഉം 10ഉം കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു നടക്കുന്ന പിശാചുക്കളാ അവര്. അവന്മാരെയൊക്കെ കുടിയൊഴിപ്പിക്കാനാ കമ്പനി സ്വാമിനെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അവിടെയാണ് സൈറ്റ് ഓഫീസ് തുറക്കേണ്ടതും കൺസ്ട്രക്ഷൻ നടത്തേണ്ടതും. എന്താ പോണോ പറ. സൈറ്റ് ഓഫീസ് പോയിട്ട് കമ്പനിയുടെ ഒരു മുട്ടുസൂചി അതിനകത്ത് തറയ്ക്കാൻ അവന്മാര് സമ്മതിക്കില്ല. പിന്നെയാണ് കൺസ്ട്രക്ഷൻ. ഒന്നും മനസ്സിക്കളെ അവന്മാര്. സ്വാമി ദയവേദി ജോലിക്ക് വരരുത്. സ്വാമി വന്ന സ്വാമിയുടെ കൂടെ എന്നെ അങ്ങോട്ട് കെട്ടിരിക്കേണ്ടതായിട്ട് വരും. ഭാര്യയും 3 മക്കളുള്ളവനാ ഞാൻ. എന്റെ കാര്യം പോട്ടെ, സ്വാമി അവരെ വയ്യാതാരാക്കരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി സ്വാമിയുടെ ഇഷ്ടം. ജോസഫ്, 10-15 കൊല്ലം ബംഗാളി കിടന്ന് കഷ്ടപ്പെട്ടവനാ ഞാൻ. ഒടുക്ക അവിടെ കിടന്ന് നിലവിളിച്ചിട്ടാ ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയത്. അത് ഇങ്ങനെയുള്ള നരകത്തിലേക്കാതിരുന്നെങ്കിൽ ബംഗാളിൽ തന്നെ കൂട്ടിട്ടാ പോരായിരുന്നു. ഇങ്ങനെയുണ്ട് രാജ്യം.